ആറ്റിങ്ങലിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് മോഷണം. ഡെന്റൽ സർജൻ ആറ്റിങ്ങൽ സ്വദേശി അരുൺ ശ്രീനിവാസിന്റെ വലിയ കുന്നിലെ ഡിസംബർ ഡിലൈറ്റ് എന്ന വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടറും ഭാര്യയും മകളും ഉൾപ്പെടുന്ന കുടുംബം വർക്കലയ്ക്ക് പോയിരുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത്. തുടർന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അകത്തെ വാതിലുകളും തകർത്തതായി കണ്ടെത്തി. ബെഡ്റൂമിലെ ലോക്കർ തകർത്ത നിലയിലും ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്ത ശേഷം സൂക്ഷിച്ചിരുന്ന ഏകദേശം 50 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ബാങ്കിൽ ലോൺ അടയ്ക്കാനായി വെച്ചിരുന്ന 4.5 ലക്ഷത്തോളം രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. എൻ്റെ ഗ്രാൻഡ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി വർക്കലയ്ക്ക് പോയി. ഞാനും എൻ്റെ ഭാര്യയും മകളുമായി. അത് കഴിഞ്ഞ് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് ഇന്നലെ രാത്രി 9:15 ഇവിടെ എത്തിയത്. എത്തുമ്പോൾ ഇവിടെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അതിനകത്ത് നമ്മൾ കയറി നോക്കുമ്പോഴാണ് ലോക്കറും മറ്റും പൊളിച്ചതായിട്ട് കാണുന്നു. ഈ ഫ്രണ്ടിലൊരു മറ്റൊരു ഡോർ കൂടെ ഉണ്ട്, അത് പൊളിച്ച് അതിൻ്റെ ആ ബെഡ്റൂമിലോട്ടുള്ള ഡോറും പൊളിച്ചാണ് കള്ളൻ കയറിയതായിട്ട് മനസ്സിലായി. ഇതിനകത്ത് ഞങ്ങൾ ഗോൾഡ് എടുത്ത് ലോൺ ക്ലോസ് ചെയ്തിട്ട് ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മരണമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് ലോക്കറിൽ വെക്കാൻ പറ്റിയില്ല. അതുണ്ടായിരുന്നു. കുറച്ച് ഒരു ലോൺ കൂടെ ക്ലോസ് ചെയ്യാനായിട്ട് പൈസയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനിടയ്ക്ക് എമൗണ്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ പോലീസ്, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.